ഇന്ന് നിനക്ക് മുന്നിൽ ഒരു വഴിയില്ലെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞ അവസ്ഥയാണോ? ഇനി അങ്ങോട്ട് എന്ത്? എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? ജീവിതത്തിൽ ഇങ്ങനെ ചില നിമിഷങ്ങൾ വരും. ജീവിതത്തിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടക്കണമെന്നില്ല. ചില ദിവസങ്ങളിൽ നമ്മൾ പൂർണ്ണമായും തളർന്നു പോയേക്കാം. പക്ഷേ ഒന്നോർക്കുക, എല്ലാ സങ്കടങ്ങളും ഒറ്റയ്ക്ക് ചുമക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്കറിയാം. മുന്നിൽ കടൽ, പിന്നിൽ ഫിർഔനും കൂട്ടരും. അപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് നാം ഓർക്കണം. കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. അതാണ് തവക്കുൽ, അത് തന്നെയാണ് തവക്കുൽ. മൂസാ നബി അലൈഹിസ്സലാം കടലിൽ വടി കൊണ്ട് ആഞ്ഞടിച്ചു. കടൽ പിളർന്നു. അതെ, നമ്മൾ ദുആ ചെയ്യണം, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. ബാക്കി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ആര് ഭരമേൽപ്പിക്കുന്നുവോ അവന് അള്ളാഹു മതി. സൂറത്തു തലാഖിലെ 3-ാമത്തെ വചനമാണിത്. അവൻ എന്നെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസത്തോടെ ദുആ ചെയ്യൂ, ശ്രമിക്കൂ. മനുഷ്യർ ചിലപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തിയേക്കാം, പക്ഷേ അള്ളാഹു എപ്പോഴും നമ്മുടെ കൂടെയുണ്ടാകും. വടികൊണ്ട് അടിക്കാതെ തന്നെ കടൽ പിളർത്താൻ കഴിവുള്ള നമ്മുടെ റബ്ബ് മൂസാ നബി അലൈഹിസ്സലാമിനോട് കടലിൽ വടികൊണ്ട് ആഞ്ഞടിക്കാൻ പറഞ്ഞത് ദുആയോടൊപ്പം നമ്മുടെ ആക്ഷൻ കൂടി വേണമെന്ന പാഠം നമ്മളെ പഠിപ്പിക്കാനാണ്. സോ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ഓർക്കുക, മൂസാ നബി അലൈഹിസ്സലാമിന് വേണ്ടി കടൽ പിളർത്തിയ റബ്ബ് നിന്റെ പ്രശ്നവും തീർക്കാൻ കഴിവുള്ളവനാണ്. അതിനാൽ ശ്രമിക്കൂ, ദുആ ചെയ്യൂ, പിന്നെ പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യൂ. അള്ളാഹു നിനക്ക് വേണ്ടി വഴികൾ തുറക്കും ഇൻഷാ അല്ലാഹ്.